അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് പോവാണ്. അപ്പോൾ അത് ഈ കാണുന്ന കടയിൽ നിന്ന് നമ്മളൊരു ഗിഫ്റ്റൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കടയത്തെ ചേട്ടൻ വന്ന് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൻ പോസ്റ്റ് ആയിരുന്നു. അവസാനം പുള്ളിക്കാരൻ വന്നു നേരെ ഷട്ടർ തുറന്നു വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പതുക്കെ മേടിച്ച് അവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങി അതും പൊക്കിക്കൊണ്ട് നേരെ ബൈക്കുമേ പൊതിഞ്ഞ ഗിഫ്റ്റും പിടിച്ച് പോലെ ഒരു അല്പം ടാസ്ക് ആയിരുന്നു. ആ പൊതിഞ്ഞ വെച്ചതൊക്കെ അടർന്നു പോന്നു തേങ്ങ. ഞങ്ങൾ പക്ഷേ അതിസാഹസികമായി അവിടെ എത്തിച്ചേർന്നു. എങ്ങനെയൊക്കെയോ ആരും ഓടിച്ചിരുന്നത് ശ്രീഹരി ആയിരുന്നില്ല പ്രോ റൈഡർ. എന്നിട്ട് ഞങ്ങൾ അതും പിടിച്ചുകൊണ്ട് നേരെ ഉള്ളിലോട്ട് പോയി. ഒരു കാറ്റൊക്കെ കയറിയിട്ടായിരുന്നു ഉള്ളിലേക്ക് കയറി. പിന്നെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങളൊന്ന് എന്താ പറയുക കൂളായി. അവിടെ നിന്ന് ഉള്ളിലോട്ട് പോയപ്പോൾ ടീംസ് ഇരിക്കേണ്ട എല്ലാറ്റങ്ങളും ഞങ്ങൾ നോക്കിയിരുന്നു ചിരിക്കിയിരുന്നു. ഇവരൊക്കെ തൃപ്രയാർന്ന് വരുന്ന ടീംസ് ആട്ടോ. ഞങ്ങൾ അന്തിക്കാടുന്നു. ഈ അന്തിക്കാടെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് തൃപ്രയാർന്ന് പോയിട്ട് ഗിഫ്റ്റ് മേടിച്ചിട്ട് വരാൻ എന്താ ചെയ്യാലേ, ബുദ്ധിയും ബോധമില്ലെങ്കിൽ. പക്ഷെ ഞങ്ങൾ പോയി മേടിച്ചിട്ട് വന്നത് വേറെ കാര്യം. ഇതാണ് ശ്രീതു, ഇവളുടെ ചേച്ചിയുടെ കല്യാണത്തിനാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. കുട്ടി സുന്ദരിയായിട്ട് കിടക്കായിരുന്നു ഫുൾ ഡേ. അതിൻ്റെ ഇടയിൽ ഒരുത്തി കുളിക്കാണ്ട് വന്നിട്ട് മുടി സ്പ്രിങ് ആയപ്പോൾ ഫാഷനാന്ന് പറയുന്നത്. എന്താ ചെയ്യുക. അവിടെ നിന്ന് നേരെ എല്ലാവരും പുറത്തോട്ടിറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി. പിന്നെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കൽ മാത്രമായിരുന്നു. എവിടെയൊക്കെ സൂര്യപ്രകാശം ഉണ്ടോ അവിടെയൊക്കെ നസ്ലി നിൽക്കുന്നുണ്ടാവും. അവിടെ അപ്പാപ്പനെ കൊണ്ടുവന്ന വീൽ ചെയർ ഉണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ തൊട്ട് അത് ഓടിക്കണം എന്നായി. അവിടെ നിന്ന് നേരെ സ്റ്റേജിൽ കയറാനായിട്ട് ഗിഫ്റ്റ് കൈ പിടിച്ചപ്പോൾ നസ്ലിന് പിന്നെ കാണാണ്ട്. എന്നിട്ട് ആ 32 ഇഞ്ചിന്റെ TV നമ്മൾ നൈഫിന്റെ കൊടുത്തിട്ട് വധുവാരനെ അനുഗ്രഹിക്കാനായിട്ട് സ്റ്റേജിൽ കയറി. അത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഞാൻ സുന്ദരനായിരുന്നു. എന്തൊട്ട് ചിരി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് പോയി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, ഓക്കെ, ബൈ.